ഹായ് ഫ്രണ്ട്സ്, സമ്മർ ടൈമാണ്. പക്ഷെ എന്നാലും ഈ ക്ലൈമറ്റ് കണ്ടോ? ട്രിവാൻഡ്രത്ത് നിന്ന് വെറും 1.5 മണിക്കൂർ മാത്രം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്. പൊന്മുടിയിലാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വെയില് കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ തന്നെ ചെറിയ രീതിയിൽ മഴ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കോടമഞ്ഞ് കയറി തുടങ്ങി. ഇതിപ്പോൾ ഉച്ച സമയമാണ്, ഒരു 2:30 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം കണ്ടോ? അത്യാവശ്യം തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട്, ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ഈ കോടമഞ്ഞ്. അപ്പോൾ ഈ സമ്മർ ടൈമിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ, പെട്ടെന്ന് വന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് പൊന്മുടി. അപ്പം നമുക്ക് ഈ വരുന്ന വഴിയിലെ കാഴ്ചകളും അതുപോലെ ഈ പൊന്മുടിയിലെ എന്തൊക്കെ കാണാൻ പറ്റും, ഈ ചെറിയ മഴയുണ്ട്, എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് പോയി കണ്ടു നോക്കിയാലോ. ഡൊമിനിയോ ദി ബുക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൊന്മുടി കാണാൻ വേണ്ടിയിട്ട് ഞാനും ശിഖയും ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങി. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 55 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊന്മുടിയിൽ എത്താൻ പറ്റും. ഈ പൊന്മുടിക്ക് ഗോൾഡൻ പീക്ക് എന്നൊരു പേരും കൂടെ ഉണ്ട്. അപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് ഏറ്റവും അടുത്തായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് ഈ പൊന്മുടി. ഇത് ശരിക്കും സീ ലെവലിൽ നിന്നും ഏകദേശം 3600 ഫീറ്റ് ഉയരത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ഏകദേശം ഒരു 18 ഡിഗ്രി മുതൽ 25 ഡിഗ്രി വരെ നോർമലായിട്ട് ഉണ്ടാവാറുള്ളൂ. പിന്നെ മഴ, തണുപ്പ് സമയമൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല തണുപ്പ് ഇവിടെ ഫീൽ ചെയ്യും. നമ്മൾ ഈ പോകുന്ന റൂട്ട് കണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് നല്ല ഗ്രീനറിയാണ്. ഏകദേശം നമ്മൾ പൊന്മുടി എത്താറാവുമ്പോഴത്തേക്ക് 2 സൈഡും ആ ഒരു ഫോറസ്റ്റ് ഫീലുണ്ട്. പിന്നെ ഭയങ്കര ഗ്രീനറി, കുറച്ച് മഴയും അതുപോലെ മഞ്ഞും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആവും. ഇപ്പം ഏതാണെങ്കിലും മഴയൊന്നും ഇല്ല, അത്യാവശ്യം നല്ല ക്ലൈമറ്റിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നതെങ്കിൽ ഈ പോകുന്ന റൂട്ട് ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് ഹൈവേ 2 അതുപോലെ സ്റ്റേറ്റ് ഹൈവേ 45 രണ്ടും കണക്ട് ചെയ്താണ് നമ്മൾ പോകുന്നത് പൊന്മുടിയിലോട്ട്. പിന്നെ ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് KSRTC ബസ്സസ് ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ. ഈ റൂട്ടിൽ നല്ല കണക്ടിവിറ്റി ഉണ്ട്. കണ്ടോ, അങ്ങ് ദൂരെ അങ്ങനെ മലയൊക്കെ കാണുന്നുണ്ടോ? നല്ല കാർമേഘം കയറുന്നുണ്ട്. ഇപ്പം മഴ വല്ലതും പെയ്യാനാണോ ആവോ? അങ്ങനെ നമ്മൾ ദേ കല്ലാറെത്തി. വെള്ളം കുറവാണെന്നുണ്ടെങ്കിലും നല്ല ഫോഴ്സിലാണ് വെള്ളം ഒഴുകുന്നത്. കണ്ടോ, ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഈ പാറക്കെട്ടുകളും അതുപോലെ ഈ ഇങ്ങനെ ഉരുളൻ കല്ലുകൾ ഒരുപാടുണ്ട്. ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. പല ആൾക്കാരും ഇവിടെ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങാനായിട്ട്. ഞാൻ ഏതായാലും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. ദേ ഇവിടെ ബോർഡൊക്കെ വെച്ചേക്കുന്നുണ്ട്, വെൽക്കം ടു കല്ലാർ എക്കോ ടൂറിസം. അപ്പോൾ ഇവിടെ തന്നെയാണ് മീൻമുട്ടി വാട്ടർഫോൾസ്. അപ്പം നമ്മളൊരു ഫുൾ ഡേ പാക്കേജ് ഒക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ കല്ലാറിലും അതുപോലെ ഈ മീൻമുട്ടിയിലും ഒക്കെ ഇറങ്ങിയിട്ട് നമുക്ക് പൊന്മുടിയിൽ പോവാം. പക്ഷെ ഇവിടെ എല്ലാം നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് മാത്രം. ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ്. ഇവിടെ മുതൽ അങ്ങോട്ട് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ് കേട്ടോ. സൈഡിൽ ഇങ്ങനെ ഫെൻസിങ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഞാനൊരു ബോർഡും കണ്ടായിരുന്നു, ബിവെയർ അനിമൽ ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതുവഴി മൃഗങ്ങളൊക്കെ കയറി ഇറങ്ങാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇവിടുത്തെ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പൊന്മുടിയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കണം. ഇത് അവരുടെ ഒരു ഫോറസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററും കൂടെയാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ടിക്കറ്റ്സിൻ്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടിക്കറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. നിറയെ കുരങ്ങന്മാരാണ് കേട്ടോ ഇവിടെ. അത്ര ഇങ്ങനെ കുരങ്ങന്മാർ ചാടി നടപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചേക്കുന്നുണ്ടോ, വെൽക്കം ടു പൊന്മുടി എന്നൊക്കെ പറഞ്ഞിട്ട്. ക്ലൈമറ്റ് മോശമാണെങ്കിൽ ഇവർ ഈ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തിടുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം ഞാനൊരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ തരാം. ആ നമ്പറിൽ വിളിച്ച് കൺഫേം ചെയ്തിട്ട് വേണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഇത് ഓപ്പൺ ആണോ അല്ലയോ എന്നുള്ളതൊന്ന് കൺഫർമേഷൻ എടുക്കണം. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഗാർഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം 22 ഹെയർപിൻ ബെൻഡ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് നമുക്ക് മുകളിൽ എത്തുന്നത് വരെയായിട്ട്. കണ്ടോ, ഇതിപ്പോൾ 4 ഔട്ട് ഓഫ് 22 എന്ന് വെച്ചേക്കുന്നുണ്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇതിൽ കയറി വരുന്നതനുസരിച്ച് ക്ലൈമറ്റിൽ നല്ല ചേഞ്ച് വരുന്നുണ്ട്. ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട്. സൈക്ലിസ്റ്റുകളൊക്കെ കയറി പോകുന്നുണ്ട്. ഈ റൂട്ടിൽ കുറേ ബൈക്കേഴ്സും അതുപോലെ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാം. തേയിലത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ മറ്റേ ഇടുക്കിയിലൊക്കെ കാണുന്ന പോലെ അത്രയ്ക്കും തേയിലത്തോട്ടമൊന്നുമില്ല. പക്ഷേ ചെറിയ രീതിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തേയിലയൊക്കെ നട്ടുവെച്ചേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് മഴ പെയ്തതേ ഉള്ളൂ. കോടമഞ്ഞ് കയറി വരുന്നത് കണ്ടോ. അങ്ങ് ദൂരെയൊക്കെ ഇങ്ങനെ നല്ല ഫോഗി ആയി കഴിഞ്ഞു. അപ്പം ഞാൻ ഗ്ലാസ് ഒന്ന് താത്തു നോക്കി. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ട്രിവാൻഡ്രത്ത് നിന്ന് ചൂടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ, ആ ഒരു വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്.
ഡ്രൈവ് ചെയ്യാനായിട്ട് നല്ല രസകരമായ വഴിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊന്മുടിയിൽ എത്തുന്നതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ് ഈ പൊന്മുടിയിലോട്ട് നമ്മൾ ഈ പോകുന്ന ഈ റൂട്ട്. പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഡ്രൈവിംഗ് താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയ റൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്ന് ഈ പൊന്മുടിയിലോട്ടുള്ള ഈ ഒരു ഡ്രൈവ്. റോഡും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കുറച്ച് പൊട്ടിയും നാശമായിട്ടൊക്കെ കിടപ്പുണ്ടെങ്കിലും ബാക്കി സ്ഥലങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ ടാർ ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡിന് കുറച്ചും കൂടെ വിഡ്ത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടെ കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിക്കായിരുന്നു. ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പം നമ്മൾ ഏകദേശം പൊന്മുടി ടോപ്പിൽ എത്താറായി കഴിഞ്ഞു. ഇങ്ങോട്ട് എത്താറായപ്പോഴത്തേക്ക് ഇപ്പം വലിയ മഴയില്ലെങ്കിലും നല്ല രീതിയിൽ കോടമഞ്ഞ് കയറി കഴിഞ്ഞു. ഭയങ്കര മഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. റോഡ് അത്ര ക്ലാരിറ്റി ഇല്ല. ക്യാമറയിൽ കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റിയിൽ കാണുന്നതാണ്. ശരിക്കും നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പൊന്മുടിയിൽ ഇത്രയും മഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതിനു മുന്നേ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത്രയധികം ഫോഗി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പോഴാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ജിതിനാണ് പറഞ്ഞത് ഇപ്പോൾ പൊന്മുടിയിൽ ഇതുപോലെ ഭയങ്കര ഫോഗി ക്ലൈമറ്റ് ആണെന്ന്. അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ജിതിന് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഏകദേശം ടോപ്പിൽ എത്തിക്കഴിഞ്ഞു. നമുക്കിനി ഇവിടെ കാർ ഒന്ന് പാർക്ക് ചെയ്യണം. കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരുപാട് പാർക്കിംഗ് സ്പേസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ഒന്ന് നോക്കി. ഇപ്പോൾ സമയം 2:30 മണിയായി. പക്ഷേ ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടോ, കംപ്ലീറ്റ് നമ്മൾ ഈ ഊട്ടി കൊടൈക്കനാലിലൊക്കെ പോയി നിൽക്കുമ്പം അവിടെ കാണുന്ന ആ ഒരു മിസ്റ്റി ക്ലൈമറ്റ് ഇല്ലേ, അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്, നല്ല അടിപൊളി ക്ലൈമറ്റ്. ഈ പൊന്മുടിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാനായിട്ടില്ലെങ്കിലും നമുക്ക് ട്രെക്കിംഗ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ഇവിടെ ട്രെക്കിംഗ് സ്പോട്ടുകൾ ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഗോൾഡൻ വാലി ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അത് കാണാൻ സാധിക്കത്തില്ല, കാര്യം ഇത്രയും മഞ്ഞ് കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ വാലി ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കത്തില്ല. പിന്നെ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി. കുറേ അനിമൽസും ബേർഡ്സും ഒക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ മഞ്ഞ് കയറി നിൽക്കുന്നത് കണ്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഊട്ടി കൊടൈക്കനാൽ അവിടെയൊക്കെ പോയി നിൽക്കുന്ന ആ ഒരു ഫീലാണ് ശരിക്കും ഇപ്പോൾ കിട്ടുന്നത്. ഇവിടെ പാർക്കിങ്ങിനൊക്കെ നിറയെ സൗകര്യമുണ്ട് കണ്ടോ. നിറയെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഗ്രൗണ്ടൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ദേ ഇവിടെ ട്രക്കിംഗ് പാക്കേജസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ട്രക്കിംഗ് താല്പര്യമുള്ള ആൾക്കാർക്ക് ആ റേറ്റ്സ് നോക്കിയിട്ട് ഇവിടുന്ന് ട്രക്കിങ്ങിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഞാൻ ദൂരെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് ശരിക്കും ആക്ച്വലായിട്ടുള്ള ഒരു വരയാടാണെന്നാണ് വിചാരിച്ചത്. ഈ ഏരിയ വരെയാണ് വണ്ടികളൊക്കെ വരുന്നത്. ഇവിടെ അവർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഹെലിപ്പാഡ്, പിന്നെ അതുപോലെ ആ ഗോൾഡൻ വാലി ഏരിയയൊക്കെയാണ്. നമുക്ക് നടന്ന് തന്നെ പോയി അതൊക്കെ കാണണം. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല ക്ഷീണം തോന്നിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ മഴ നിൽക്കുന്നു. അത് മഴയാണോ ഇനി മഞ്ഞ് മഴയാണോ എന്നൊരു ഐഡിയ പോരാ. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും സുഖകരമായ ഒരു ക്ലൈമറ്റാണ്. അങ്ങനെ ഓവർ തണുപ്പല്ല, പക്ഷേ ഈ നമുക്കറിയാമല്ലോ ഈ മിസ്റ്റിനകത്തൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല്. ഇത് കണ്ടോ, ചിലരിവിടെ പെറ്റ്സിനെ കൊണ്ടൊക്കെയാണ് വരുന്നത്. നോക്കി അതിങ്ങനെ നനഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ്. ഇതിപ്പോൾ അങ്ങോട്ട് ടൈം കഴിയും തോറുവേ നല്ല മഞ്ഞ് കൂടിക്കൂടി വരുവാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഈ ചെറുതായിട്ട് മഴ പെയ്യുന്നതുകൊണ്ടായിരിക്കും. ശരിക്കും ആ ഗോൾഡൻ വാലി ഏരിയ ആണിത്. നമുക്ക് പക്ഷേ അങ്ങോട്ടേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, ഭയങ്കര മിസ്റ്റിയാണ്. പക്ഷെ എന്താണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു മിസ്റ്റി ക്ലൈമറ്റ് നമുക്ക് ഈ ഒരു ജൂൺ മാസത്തിലൊക്കെ ഇവിടെ കിട്ടുമെന്ന്. ഇതാണ് ഇവിടുത്തെ ഹെലിപാഡ്. ഇവിടെയൊക്കെ നിറയെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്ന ആൾക്കാരൊക്കെ അറിഞ്ഞതനുസരിച്ചായിരിക്കും വരുന്നത്. എനിക്ക് താഴത്തോട്ട് കുറച്ച് ഇറങ്ങി പോകണമെന്നുണ്ടായിരുന്നു, ഈ വാലിയിലോട്ട് ഞാൻ കുറച്ച് ദൂരം ഒന്ന് ഇറങ്ങി നോക്കി, പക്ഷേ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് ക്ലാരിറ്റി നല്ല രീതിയിൽ കുറയുന്നത് കാരണം ഞാനിങ്ങനെ തിരിച്ച് കയറി പോകുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമുക്കത് എൻജോയ് ചെയ്യാം. മഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേറൊരു അടിപൊളി വ്യൂ ആണ്, ആ ഗോൾഡൻ വാലി വ്യൂ കിട്ടും. ഇവിടെ പല സ്ഥലത്തും ഇതുപോലെയുള്ള ഷെൽട്ടറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ക്ഷീണിക്കുമ്പോൾ കയറിയൊക്കെ ഇരിക്കാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഷെൽട്ടറിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുന്നു, പിന്നെ കുറച്ചു നേരം വീണ്ടും നടക്കുന്നു. ശരിക്കും ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ താഴെയൊക്കെ കുറേ പിള്ളേരൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട് കേട്ടോ. അത് നമുക്ക് കേൾക്കാം. അവിടെ താഴെ നിന്നൊക്കെ പയ്യന്മാർ നിന്ന് കൂവലും ബഹളമൊക്കെയാണ്. ഞങ്ങൾ കുറേ ദൂരമൊക്കെ ഇങ്ങനെ നടന്നിട്ട് തിരിച്ച് നമ്മളിങ്ങനെ കയറി വന്നു. അത്യാവശ്യം വിശപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുടുംബശ്രീ നടത്തുന്ന ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥയൊക്കെ കുറച്ച് ശോചനീയമാണ്.
ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തേണ്ടതാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ചൂട് കപ്പയും ചിക്കൻ കറിയും വാങ്ങിച്ചു. അല്ലാതെ ഇവിടെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. നിറയെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണെങ്കിലും ഇവിടെ ആകെ ഈ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ KTDCയുടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് തിരിച്ചു പോകുന്ന വഴി അവിടെ കൂടെ ഒന്ന് കയറി നോക്കാം, എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നുള്ളതെന്ന് നോക്കിയേക്കാം. കോൺ ഐസ്ക്രീം, ബട്ടർ സ്കോച്ച്, മഞ്ഞത്ത് കഴിക്കാൻ പറ്റിയ സാധനം. ഞങ്ങൾ അവിടുന്ന് ഫുഡും ഒക്കെ കഴിച്ച് ഒരു ഐസ്ക്രീമും ഒക്കെ കഴിച്ച് കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പതുക്കെ താഴത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ ഭയങ്കരമായ റഷാണ്. ആകെ ആ ഒരു റെസ്റ്റോറൻറ്റേ ഉള്ളൂ. നിറയെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, പക്ഷെ ഭയങ്കരമായ റഷാണ്. ശരിക്കും പറഞ്ഞാൽ 1-2 റെസ്റ്റോറൻറ്റ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ സൗകര്യമായിരിക്കുമായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:30 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിനി പതുക്കെ താഴത്തോട്ട് പോകാം. പോകുന്ന വഴിയിലാണ് ഇവിടെ KTDCയുടെ കോട്ടേജസ് അവൈലബിൾ ആണ്. അതുപോലെ KTDCയുടെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇവിടെയാണ് KTDCയുടെ കോട്ടേജസ്. അപ്പോൾ ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് നമുക്കിത് ഓൺലൈനിലാണ് ബുക്ക് ചെയ്യാനായിട്ടുള്ളത്. KTDCയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓൺലൈനിൽ നമുക്ക് ഈ കോട്ടേജസ് ബുക്ക് ചെയ്തിട്ട് വരാം. ശരിക്കും 1 നൈറ്റ് സ്റ്റേക്ക് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മൾ ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പും നല്ല ഒരു അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഒന്ന് ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ശരിക്കും എല്ലാ കോട്ടേജസും നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നതെന്നാണ് തോന്നുന്നത്. എനിക്ക് അകത്ത് കയറി നോക്കാൻ പറ്റിയില്ല, കാര്യം എല്ലാ കോട്ടേജസും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെന്നാണ് പറഞ്ഞത്. ഇനി ഇവരുടെ തന്നെ KTDCയുടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റും താഴെ അവൈലബിൾ ആണ്. ഇതാ റെസ്റ്റോറൻറ്റിലോട്ടുള്ള വഴിയാണ് കേട്ടോ. കുറച്ച് താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. നിർഭാഗ്യവശാൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ അല്ല, അതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. ഗസ്റ്റ് ഹൗസിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ ഒരു ലുക്കൗട്ട് പോയിന്റ് ഒക്കെ ഉണ്ട്. ഇതിപ്പം മഞ്ഞ് കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് താഴത്തോട്ട് വാലി ഒന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണെന്നാണ് ഇവിടുത്തെ മാനേജർ പറഞ്ഞത്. ഇതാ കോട്ടേജസ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിൽ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പക്ഷേ ആരെയും ഇപ്പോൾ കാണാനായിട്ടില്ല. ഞാൻ ജസ്റ്റ് ഈ പാർക്കിലൊന്ന് കയറി നോക്കി. കുറച്ച് അമ്യൂണിറ്റീസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കളിക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് KTDCയുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ അതുപോലെ KTDCയുടെ ഒരു പുതിയൊരു ബ്ലോക്കും വരുന്നുണ്ട്. അണ്ടർ കൺസ്ട്രക്ഷനാണത്. അപ്പം നമുക്ക് എന്നാൽ ഇനി പതുക്കെ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാം. കാര്യം ടൈം വല്ലാണ്ട് വൈകുന്നുണ്ട്. അതനുസരിച്ച് തന്നെ നല്ല രീതിയിൽ ഇവിടെ ഇങ്ങനെ കോട കയറിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ദൂരം താഴത്തോട്ട് പോകുന്നത് വരെ ഇത് തന്നെയായിരിക്കും ക്ലൈമറ്റ്. നോക്കിയേ, ഇപ്പം താഴത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാനായിട്ടില്ല. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ശിഖ തന്നെയാണ് കംപ്ലീറ്റ് ഗാർഡ് സെക്ഷൻ ഡ്രൈവ് ചെയ്ത്. നല്ല രസകരമായ ഡ്രൈവിംഗ് എന്നാണ് ശിഖ പറയുന്നത്. ഇവിടെ ഒരു ചേച്ചി പച്ചമാങ്ങ, അതുപോലെ ജാമ്പയ്ക്ക, പൈനാപ്പിൾ എല്ലാം ഇങ്ങനെ മുളക് പൊടിയിട്ട് വിൽക്കുന്നുണ്ടോ. ഞങ്ങൾ ഏതായാലും ഒരു പാക്കറ്റ് പച്ചമാങ്ങ വിത്ത് മുളക് പൊടി വാങ്ങിച്ചു കേട്ടോ. ഈ തണുപ്പത്ത് ഇതൊക്കെ കഴിക്കുന്നത് തന്നെ ഒരു രസമാണ്. ഇവിടെ ഒരു ചെറിയൊരു ടൗൺഷിപ്പാണ്. കുറേ കൊച്ചു ഹോട്ടൽസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടീ, സ്നാക്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പൊന്മുടിയുടെ ഹിൽ ടോപ്പിൽ ശരിക്കും പറഞ്ഞാലേ ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുകൂടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ കൂടെ റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ താമസ സൗകര്യം ഇതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കുടുംബശ്രീ യൂണിറ്റിൻ്റെ ആ ഒരു ബിൽഡിംഗ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് വരുന്ന ആൾക്കാരെ പ്രോപ്പറായിട്ട് കേറ്റർ ചെയ്യാൻ പോലും ഉള്ള ഒരു സൗകര്യം അവിടെ ഇല്ല. പിന്നെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവസ്ഥയും വളരെ ശോചനീയം തന്നെയാണ്. കാര്യം പണ്ട് മുതലേ ഉള്ളൊരു ബിൽഡിംഗാണ്, അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതുപോലെ ടോയ്ലറ്റിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ജെൻസിൻ്റെ ടോയ്ലറ്റ് ആണെങ്കിലും ലേഡീസിൻ്റെ ആണെങ്കിലും രണ്ടും വളരെ മോശമായിട്ടാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ അവർ അത് കുറച്ചും കൂടെ അതൊന്ന് മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല അവിടെ ശരിക്കും പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ. ഇപ്പം നമ്മളിപ്പോൾ കണ്ട ആ കുറച്ച് റെസ്റ്റോറൻറ്റ്സേ ഉള്ളൂ, അല്ലാതെ മുകളിൽ ഹിൽ ടോപ്പിൽ അങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ശരിക്കും ഇത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്നറിയോ. നല്ല രീതിയിൽ നമുക്കിവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാം. ഇപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് താഴത്തോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ മഞ്ഞൊക്കെ കുറച്ച് കഴിഞ്ഞപ്പം ഇവിടെ ഈ വാലി കുറച്ചൊന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, ആ മഞ്ഞ് മുകളിലോട്ട് മഞ്ഞുണ്ടെങ്കിലും താഴത്തോട്ട് ഇവിടെ ഈ ടീ പ്ലാന്റേഷൻ്റെ ഇവിടെയൊക്കെ അത്യാവശ്യം മഞ്ഞൊക്കെ മാറി നിൽപ്പുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്.
ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങി വരുമ്പം ചെറിയ ചെറിയ കടകളുള്ള സ്ഥലത്തെല്ലാം ടൂറിസ്റ്റുകൾ ഇങ്ങനെ കാറ് നിർത്തിയിട്ട് അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ടിട്ട് അവർ ഫുഡ് വാങ്ങിച്ച് കഴിക്കുകയാണ്. ഇവിടെ താഴെ ഒരു പുൽമേടാണ് കണ്ടോ, അവിടെ കുറേ പേര് നിന്ന് ക്രിക്കറ്റൊക്കെ കളിക്കുന്നത് കാണാം. ഇതേ നമ്മുടെ ഒരു ആനവണ്ടി കയറി പോകുന്നത് കണ്ടോ. എപ്പോഴും ഇവിടെ നല്ല കണക്ടിവിറ്റിയാണ്, KSRTCയുടെ നല്ല കണക്ടിവിറ്റി ഉണ്ട് ഇവിടെ. ഞങ്ങൾ കുറേ ഇങ്ങനെ ഡ്രൈവ് ചെയ്തിപ്പോൾ ഇങ്ങനെ താഴത്തോട്ട് എത്താറായി കേട്ടോ. അപ്പോഴത്തേക്ക് അങ്ങനെ മഞ്ഞെല്ലാം അങ്ങ് മാറി നമ്മൾ നോർമൽ ക്ലൈമറ്റിലോട്ട് എത്തുകയാണ്. അപ്പോൾ ഇവിടെ താഴെ എത്താറായപ്പോഴത്തേക്ക് നമ്മുടെ കല്ലാർ സൈഡൊക്കെ എത്താറായപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ കണ്ടോ, വളരെ ചെറിയൊരു വാട്ടർഫോളാണ്. പക്ഷേ നല്ല അടിപൊളി, നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യും മുഖമൊക്കെ ഒന്ന് കഴിയായിരുന്നു. അപ്പം നമ്മൾ ആ ചെക്ക് പോസ്റ്റിലോട്ട് എത്തുകയാണ്. ഇപ്പം നമ്മൾ നേരത്തെ കയറിപ്പോയില്ലേ, ആ ചെക്ക് പോസ്റ്റാണിത്. ഇവിടെ ശരിക്കും ഇപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, മുകളിലോട്ട് വണ്ടിയൊന്നും കയറ്റി വിടുന്നില്ല. കല്ലാർ ഒഴുകുന്നത് കണ്ടില്ലേ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. കുറച്ചും കൂടെ ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇവിടെ കുറച്ചു നേരം കൂടെ സ്പെൻഡ് ചെയ്തിട്ടേ ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. കല്ലാറിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ അങ്ങനെ നമ്മളുടെ ഗോൾഡൻ പീക്ക് പൊന്മുടി അങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ, എന്ത് ഭംഗിയാണല്ലേ. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് പൊന്മുടിയിലെ കാഴ്ചകൾ. ഓവറായിട്ട് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് കാണാനൊന്നുമില്ല. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥ തന്നെയാണ്. ചെറുതായിട്ടൊന്ന് മഴ പെയ്തതാണ് കാരണം ഇവിടെ കംപ്ലീറ്റ് കോട കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. ക്യാമറയിൽ കുറച്ചുകൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മളല്ലാതെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇങ്ങനെ മറിഞ്ഞ് ഒരു മഞ്ഞ് മൂടിയിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, കാറ്റടിക്കുന്നുണ്ട്, ചെറുതായിട്ട് മഴ വീഴുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്തും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക്, ഈ ചൂടത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയ റിലീഫാണ്. നമുക്ക് ഒരുപാട് ദൂരത്തോട്ടൊന്നും പോകണ്ട, നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഊട്ടിയിലോ കൊടൈക്കനാലിലോ മൂന്നാർ അങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല. പൊന്മുടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ ക്ലൈമറ്റ് കിട്ടും. പിന്നെ ഇവിടെ ആകെ ഒരു കഫറ്റേറിയ ഉള്ളത്. അവിടുത്തെ ഫെസിലിറ്റീസ് നിങ്ങൾ കണ്ടല്ലോ, അവിടുത്തെ ഫെസിലിറ്റീസൊക്കെ കുറച്ച് കുറവാണ്. അതൊക്കെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്ന സ്ഥലമാണ്, ഒന്നുകൂടെ നന്നായിരുന്നേനെ. എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ ഈ ഒരു ഹാഫ് ഡേ ഇവിടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു, വളരെ എൻജോയ് ചെയ്തു. നല്ല ക്ലൈമറ്റ്, അതാണ്, വേറെ ഒന്നുമില്ല, നല്ല ക്ലൈമറ്റിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.